ഡോക്ടർ ജോർജ് തയ്യിൽ, സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ്, ലൂർദ് ഹോസ്പിറ്റൽ, കൊച്ചി. അല്ല, ഇപ്പോഴത്തെ ലെവൽ ക്രിയാറ്റിൻ 0.9 എന്നാണ് ഞാൻ കേട്ടത്. അത് നോർമൽ ലെവലാണ്. ഡയബറ്റീസും പ്രമേഹവും രക്തസമ്മർദ്ദവും കൂടി അല്ലാതെ വരാവുന്ന പലതരത്തിലുള്ള കിഡ്നി അസുഖങ്ങളുണ്ട്. അതിന് സാധാരണ മുമ്പ് സംസാരിച്ച മാതിരി തന്നെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റുകൾ നടത്തിയോ നമ്മൾ സ്ഥിരീകരിക്കുകയാണ് പതിവ്. ഇപ്പോഴത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ റിസൾട്ടും വെച്ച് കഴിഞ്ഞാൽ നോർമൽ റിസൾട്ടാണ്. യൂറിനിലെ പ്രോട്ടീൻ ലീക്കിന്റെ അളവും കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, നമ്മൾ ചികിത്സയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കിഡ്നി രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റേജ് അനുസരിച്ച് ചികിത്സയുടെ രീതി മാറുമായിരിക്കുമല്ലോ. അപ്പോൾ തുടക്കത്തിലെ കണ്ടുപിടിച്ച് കഴിയുകയാണെങ്കിൽ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്? എല്ലാ അസുഖവും പറഞ്ഞ മാതിരി നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് മൂർച്ഛിക്കുന്നത് പലപ്പോഴും തടയാൻ പറ്റും. കിഡ്നി ഡിസീസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റായ സീറം ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നോർമൽ റേഞ്ചിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ 50% കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞാൽ മാത്രമേ ഇത് പോവുള്ളൂ. ഇപ്പൊ പലപ്പോഴും നമ്മൾ കിഡ്നിയുടെ പ്രവർത്തനം ക്രിയാറ്റിൻ 1.2 എന്ന് പറയുമ്പോൾ നോർമലാണ്. 1.5 എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് വിചാരിക്കും. അപ്പൊ 1.4ന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ലാബ് കറക്റ്റ് ആണെങ്കിൽ അതിനർത്ഥം എന്താ വെച്ചാൽ കിഡ്നിയുടെ പ്രവർത്തനം 50% നിന്ന് താഴത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ അതിന്റെ കാരണം കണ്ടെത്തി കൃത്യമായി ചികിത്സിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ രോഗികളെ ഡയാലിസിസ് ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഫേസിലേക്ക് പോവാതെ നമുക്ക് തടുക്കാൻ സഹായിക്കും.